പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നാൽ പേരൻസിനും ഡോക്ടർക്കും ഏറ്റവും അധികം ആങ്സൈറ്റി ഉണ്ടാകുന്ന മാസം ഏതാണെന്നറിയോ? 2ാം മാസം. ഹായ്, ഞാൻ ഡോക്ടർ അംബ്ലി ജോസ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നമ്മളൊരു പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്തു, ടെസ്റ്റ് പോസിറ്റീവാണ്, 2 ഡാർക്ക് ലൈൻസ് കണ്ടു, വിർ ഓൾ ഹാപ്പി അല്ലേ? അത് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് സ്കാൻ വരെയുള്ള 2 ആഴ്ച വെയിറ്റ്, അത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പീരീഡാണ്. ബേബിയുടെ ഹാർട്ട് ബീറ്റ് വന്നോ, ഹെൽത്തി ബേബി ആണോ, ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിൽ എന്താ നോക്കുന്നത്? സോ ഫസ്റ്റ് സ്കാൻ നമ്മൾ പീരിയഡ്സ് മിസ്സായ ഒരു 2 വീക്സ് കഴിയുമ്പോഴാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ബേബി യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ, ട്യൂബിലൊന്നും അല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യും. സിംഗിൾ ബേബി ആണോ, ട്വിൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ചെറിയ ബ്ലീഡിങ് ഉണ്ടോ, ആൻഡ് ഓൾസോ നാച്ചുറൽ പ്രഗ്നൻസി ആണെങ്കിൽ ഡേറ്റ്സ് കറക്റ്റ് ആണോ? ചിലപ്പോൾ ഓവുലേഷൻ ഒരു 1 വീക്കൊക്കെ ഡിലേഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്കാനിൽ ബേബീനെ കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. യു വുഡ് സേ ഒരു 7 to 10 days എങ്കിലും വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, ഓർ ഇഫ് നീഡഡ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൂടെ നോക്കുക എന്നുള്ളത്. ആൻഡ് ഓൾസോ ഈ സമയം ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. സോ ഈ സമയത്ത് നമ്മുടെ ന്യൂട്രിയൻ ഇൻടേക്ക് പ്രോപ്പറാണെന്ന് എൻഷുർ ചെയ്യുക. ആൽക്കഹോൾ, സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ആൻഡ് ന്യൂട്രിയൻസിൽ 3 മെയിൻ കാര്യങ്ങളാണ് എപ്പോഴും പറയാറ്. ഫോളിക് ആസിഡ് എന്തായാലും നിർബന്ധമായിട്ടും ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് എല്ലാവരും എടുത്തിരിക്കണം. പിന്നെ ഒരു ഡയറ്റിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ലോണം ഇൻക്ലൂഡ് ചെയ്യുക, എഗ്സ് ഇൻക്ലൂഡ് ചെയ്യുക, മിൽക്ക് ഇൻക്ലൂഡ് ചെയ്യുക, ഇതൊക്കെ. പക്ഷേ ന്യൂട്രിയൻ കാലറി കൗണ്ടിനേക്കാളും ഒരു അഡിക്വേറ്റ് ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളത് നോക്കുക. സെക്കൻഡ്ലി omega-3 ഫാറ്റി ആസിഡ്സ്, DHA ഒരു 200 milligram എങ്കിലും പെർ ഡേ നമ്മുടെ ഡയറ്ററി ഇൻടേക്കിൽ ഉണ്ടാവണം. മൂന്നാമതായിട്ട് മോസ്റ്റ് അണ്ടർ റേറ്റഡ് കോളീൻ ഇപ്പം പുതിയ റിസർച്ചും ഒത്തിരി കാണിക്കുന്നുണ്ട് ദാറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 450 milligram എങ്കിലും പെർ ഡേ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിനൊരു വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു എഗ്ഗെങ്കിലും, അത് എഗ്ഗ് ബുൾസൈ ആയിട്ടല്ല, റോ ആയിട്ടല്ല, വെൽ കുക്ക്ഡ് ആയിട്ടുള്ള, നല്ലോണം കുക്ക് ചെയ്തൊന്ന് ബോയിൽഡ് ആവാം, ഓംലെറ്റ് ആവാം, ഒരു എഗ്ഗെങ്കിലും പെർ ഡേ നിങ്ങളുടെ ഡയറ്റിലുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇനി പ്രഗ്നൻസി വോമിറ്റിംഗ് ഒന്നും അത്ര സിവിയർ ആവുന്ന സമയം ആയിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ച് നേരം വിശന്നിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഗ്യാസ് കയറുന്ന പോലെ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. സോ അതിനെ ഓവർകം ചെയ്യാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഉടനെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുക, വിശന്നിരിക്കാതിരിക്കുക. നമ്മളിപ്പം യൂസ് ടു എന്താ പറയുക, ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ റുട്ടീൻ നമ്മൾ യൂസ് ടു ആണെങ്കിലും ഈ ഒരു സമയത്ത് എല്ലാ 2-3 മണിക്കൂർ കൂടുമ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. ആൻഡ് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിലും ചെറിയൊരു പ്രോട്ടീൻ സോഴ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കൂടുതൽ നേരം ഫുള്ളായിട്ട് ഇരിക്കാനും ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ടുള്ള വോമിറ്റിംഗ് സ്കിപ്പ് ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി സ്കാനിങ് കഴിയുന്നതിന് മുമ്പുള്ള ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തലകറക്കം പോലെയോ വയറിൽ സിവിയർ വേദന പോലെയോ പെയിനോ സ്പോട്ടിങ്ങോ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ഇഗ്നോർ ചെയ്യരുത്. ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിച്ച് നമുക്ക് ഇഫ് നീഡഡ് ഒരു ഏർലിയർ സ്കാൻ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രഗ്നൻസി, ട്യൂബൽ പ്രഗ്നൻസി അല്ലാന്ന് കൺഫേം ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് മന്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഓവർട്ട്ലി സ്ട്രെസ് ചെയ്യരുത്. സോ ഈ പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞ് സ്കാൻ വരെയുള്ള സമയത്ത് മാക്സിമം റിലാക്സ് ചെയ്യാനായിട്ട് നോക്കുക. ഓവർട്ട്ലി സ്ട്രെനോസ് ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാതിരിക്കുക. ബെഡ് റെസ്റ്റിലേക്കൊന്നും യൂഷ്വൽ കേസസിൽ നമുക്ക് ആവശ്യമില്ല. റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ബോഡി എന്തോരം അലോ ചെയ്യുന്നോ അത്രയും റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു നോർമൽ വെൽ കുക്ക്ഡ് ഹോം മെയ്ഡ് ഡയറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഈ സമയത്ത് വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരാണ്ട് നോക്കുക. പനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ എടുക്കുന്ന മെഡിസിൻസ് ഡെഫിനറ്റ്ലി ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുപോലത്തെ മോർ ഹെൽത്ത് റിലേറ്റഡ് ടിപ്സിനായിട്ട് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.